പരിപ്പൂത്തി കച്ചി കഴിഞ്ഞാലേ പിന്നെ എനിക്ക് ഏറ്റവും എളുപ്പത്തിലും ഇഷ്ടത്തിലും ചെയ്യാൻ പറ്റിയിട്ടുള്ള തൈര് വെച്ചിട്ടുള്ള നമ്മളൊരു മോരുകാച്ചിയായിട്ടാണ് കാണിക്കാൻ പോകുന്നത്. നിങ്ങളൊക്കെ ഒരുവിധം എല്ലാവരും ചെയ്യുന്നൊരു കറി തന്നെ ആയിരിക്കും. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ മുന്നോട്ട് കാണാം. അരക്കപ്പ് നല്ല കട്ട പുളിത്തൈരും പിന്നെ അരക്കപ്പ് നല്ല കട്ട അധികം പുളിയില്ലാത്ത തൈരും കേട്ടോ ഞാൻ അതിലേക്ക് എടുത്തിട്ടുള്ളത്. രണ്ടും കൂടി മിക്സ് ചെയ്ത് അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കാം. അതല്ല നിങ്ങൾ ഹാൻഡ് ബീറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടാലും ഇങ്ങനെ ചെയ്താൽ മതി. തൈര് അടിച്ച് മാറ്റി വെച്ചോട്ടാ. ഇനി നല്ല വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കടുകും ഉലുവയും പൊട്ടിക്കണം. പിന്നെ പച്ചമുളക് കുറച്ചധികം കേട്ടോ. അതിൻ്റെ ഒരു ഫ്ലേവർ ഒരു പ്രത്യേക രസം തന്നെയാണ്. അതുകൊണ്ട് ഒരു 4-5 ഇട്ടിട്ടുണ്ട്. കുറച്ചധികം കൂടി ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ എരിവിൻ്റെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 4-5 നിർത്തത്. സാധാരണയായിട്ട് ഞാൻ കുറച്ചധികം കൂടി ചേർക്കാറുണ്ട്. ഒരു 5-6 വെളുത്തുള്ളി ചതച്ചത് ഇതെല്ലാം ചെറുതീലിട്ടൊന്ന് മുപ്പിക്കണം. ഒന്നും മൂത്ത് വരുന്ന സമയത്ത് അധികം വലുപ്പമില്ലാത്തൊരു മീഡിയം സൈസ് സവോള നീളത്തിൽ അരിഞ്ഞിട്ട് അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സവാളയ്ക്ക് പകരം ഒരു 10-20 ചുവന്നുള്ളി നീളത്തിൽ അരിഞ്ഞ് ചേർത്താലും അതായാലും സ്വാദ് കൂടുകയും ചെയ്യും. നല്ലതാട്ടാ. പക്ഷേ പണി കുറയ്ക്കാൻ വേണ്ടിയിട്ടും മടിയുള്ള ദിവസങ്ങളിലായിട്ട് ഈ വക കറികൾ ഉണ്ടാക്കുക. അപ്പോൾ ചുവന്നുള്ളി ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര നടപടിയായിട്ടുള്ളൊരു കാര്യമല്ല. ഇനി നമുക്ക് കുറേശ്ശെ പൊടികൾ ചേർക്കാം. സവോള ഈ ഒരു കണക്കിന് വാടിന് ശേഷം മാത്രം കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഞാൻ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതാട്ടാ. അതെന്തായാലും ചേർക്കണം. നല്ല ജീരകം എന്ന് പറയുന്നത് ക്യൂമിൻ സീഡ്, അതായത് ജീരകത്തിൽ ചെറിയ ജീരകം. അത് നമ്മൾ പുട്ടിൽ ചേർക്കാറുണ്ട് ഞങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ തേങ്ങരപ്പ് പച്ചക്കറി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ചേർക്കാറുണ്ട്. അതാണ് കേട്ടോ. അതും കൂടി ചേർത്ത് പച്ചമണം പോണ വരെ ഒന്ന് ഇളക്കിക്കോ. ചെറുതീലിട്ടിട്ട് വേണം കേട്ടോ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് ചട്ടിയിൽ ചെയ്യുമ്പോൾ ചട്ടി നല്ല ചൂടുണ്ടാവും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടി പിടിക്കാനും കരിയാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇനിയും തീ കൂട്ടി വയ്ക്കരുതിട്ടാ. തൈര് ഒഴിക്കണം. തൈര് ഒഴിക്കണ നേരത്ത് നമ്മൾ ചട്ടിയിലായതുകൊണ്ട് തീ ഓഫ് ചെയ്താലും കുഴപ്പമില്ല. കാരണം തൈര് പെട്ടെന്ന് പിരിഞ്ഞു പോകും ചൂട് കൂടിക്കഴിഞ്ഞാൽ. എന്തായാലും കട്ട തൈരാണ് നമ്മൾ ഒഴിക്കുന്നത്. വളരെ കുറച്ച് മാത്രമേ വെള്ളം ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പ് ചേർക്കാം. എന്തായാലും ഈ ഒരു കൺസിസ്റ്റൻസിയിലാട്ടാണ് ഞാൻ എടുത്തുള്ളത്. ചിലർക്ക് വളരെ വെള്ളം പോലെ കറിയാക്കണതാവും ഇഷ്ടം. അങ്ങനെയുള്ളവർക്ക് കുറച്ചധികം വെള്ളം ചേർക്കാം. പക്ഷെ നല്ല പുളിയുള്ള തൈരായിരിക്കണം. 2 കപ്പ് എടുക്കുന്നത്, അതായത് 1/2 കപ്പ് എടുത്തിട്ടുള്ളത് 2 പുളിയുള്ള കപ്പ് എടുത്തിട്ട് അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ചെയ്യാം. എന്നാലും ഈ വക കറിക്ക് കുറച്ച് പുളി വേണം. എന്നാലും നമ്മൾ ചോറിലൊഴിച്ച് കഴിക്കുമ്പോൾ ഒരു ചൊടി ഉണ്ടാവുള്ളൂ. പിന്നെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ കുറച്ച് പഞ്ചസാര ഞാൻ ചേർത്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വീഡിയോയിൽ. ചോറിൻ്റെ മുകളിലേക്ക് ഈ ചാറൊഴിച്ചിട്ട് സൈഡിലൊരു ഉപ്പേരി അതല്ലെങ്കിൽ പപ്പടം അത് മാത്രം മതിയിട്ട് നമുക്ക് വയറരച്ച് തിന്നാം. അല്ലെങ്കിൽ ഈ ഒരു കറിയും നല്ല കടുമാങ്ങ അച്ചാറും മാത്രം ഉണ്ടായാൽ തന്നെ വേറെ ഒന്നും വേണ്ട. ഞാൻ ഇന്ന് സൈഡായിട്ട് കഴിക്കുന്നത് മുതിരയും കൊള്ളിയും കൂടിയിട്ടുള്ള ഉപ്പേരി ഇട്ടാ. കൊള്ളി എന്ന് പറയുന്നത് കപ്പ. ഇനിയിപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ഒരു കൺഫ്യൂഷൻ വേണ്ട. കൊള്ളിയും മുതിരയും അല്ലെങ്കിൽ കപ്പയും മുതിരയും കൂടിയിട്ടുള്ള ഒരു ഉപ്പേരിയാണ്. അസാധ്യ സ്വാദാട്ടോ ഈ ഒരു ഉപ്പേരിക്ക്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇടാം. സാമ്പാർ, മോരുകറി, മുതിരപ്പേരി എന്നൊക്കെ പറയുമ്പോൾ ഗുരുവായൂരമ്പലമായിട്ട് ഓർമ്മ വരും. ഉത്സവത്തിനാണ് മുതിരപ്പേരി കഞ്ഞിലേക്ക് കൊടുക്കാറ്. എന്തായാലും എനിക്കൊരു കാര്യം കൂടി പറയാറുണ്ട്. എൻ്റെ സംസാരം മനസ്സിലാവില്ല എന്ന് ചിലർ പറയുന്നുണ്ട്. ഭയങ്കര സ്പീഡ് കൂടുതലാന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്താ ചെയ്യാൻ, എൻ്റെ ഒരു രീതി ഇങ്ങനെയാണ്. ഇത് മനസ്സിലാവണമെങ്കിൽ ഇത് മാറ്റി പറയാനൊന്നും എനിക്കറിയില്ല. ഈ ഒരു രീതിക്ക് തന്നെയാവട്ടെ ഞാൻ ഇനിയും വീഡിയോ അവതരിപ്പിക്കുക. ഇഷ്ടമുള്ളവർ കാണാം, ഇഷ്ടമില്ലാത്തൊരു തള്ളിക്ക.